നിന്റെ ക്രിമിനടി കഴിഞ്ഞ ഡയലോഗും പറ. ഒരു ജഗത് ഇവിടെ കിടന്ന് പുഴുങ്ങുവാണ്. ഇതേത് സിനിമയുടെ പൂപ്പ്? തെറ്റിച്ചളിക്കൂലേ? അതന്നെ നരസിംഹം. എന്താ മോനെ ദിനേശ? എടി ഇന്ത ചൂടാ, ഞാൻ നിനക്ക് ഫംഗ്ഷന് വേണ്ടിട്ട് പാടാൻ ഒരു പാട്ട് ഇരുത്തുന്നില്ലേ? ദാങ്ങണക്കുന്നില്ലെന്നില്ല പഠിച്ചാ? അത് പഠിക്കാനൊന്നും പറ്റില്ല, ഇത് ഭയങ്കര ടറഫാ. അതല്ല, ഈ പാട്ട് ഭയങ്കര പാടാന്ന്. ഓ ടഫ്. അതാ നീ ഒന്ന് പാടിയാ ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ അമ്മാവ ഇത്? ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് ഈ ശിങ്കാരി മേളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഈ പാട്ട് എഴുതത് ആരെന്ന് ചോദിച്ചാലേ എന്റെ പേര് പറയണ്ട, നിന്റെ പേര് പറഞ്ഞാ മതി. ആ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. അമ്മേ എന്താ കണ്ടിട്ട് മോഹൻലാലാന്ന് തോന്നുന്നില്ല? അയ്യോ അയ്യോ, എന്താ കുട്ടി എന്റെ എഡിറ്റ് ഓഫ് ഇവിടെ കണ്ട് വായുമ്പോളൊന്നും നിൽക്കാതെ വന്ന കാര്യം പറയൂ. ഇത് പൂവള്ളിയല്ലേ? പൂവള്ളിയോ കായോ എന്തേലൊക്കെ ആവട്ടെ. കുട്ടി ഏതാ? ഞാൻ ഇന്ദുലേഖ. ഓ ചന്തുമേനോൻ ഇന്ദുലേഖയാണോ? ഞാൻ നോവലൊന്നും അല്ല, പിന്നെ ഞാൻ നിങ്ങളുടെ അച്ഛന്റെ ഇന്ദുലേഖ. തലയും മുടിയില്ലാതെ വിഗും വെച്ചോണ്ട് നടക്കണം. അങ്ങേരിക്കെന്ത് ഇന്ദുലേഖ? ഇവിടെ തേക്കാനാണോ എന്തോ? ഞാൻ എന്റെ പേരാ പറഞ്ഞത്, ഇന്ദുലേഖാന്ന്. എന്നാൽ ഇന്ദുലേഖ കുട്ടി വന്ന കാര്യം പറയൂ. എനിക്ക് ഒരു മേൽവിലാസം വേണം. അതിന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. നീ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു അപേക്ഷ എഴുതി കൊടു, അവിടുന്ന് തരും മേൽവിലാസം. ഞാൻ ഇങ്ങോട്ട് ശരിക്കും വന്നത് മുണ്ടൂര്. സ്ഫടികത്തിന്റെ അല്ല, നരസിംഹത്തിന്റെ നടക്കണം. ഒന്നാമത് അടിയിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ മുണ്ടൂര് പാർവതി ഷെഡ്യൂളിന്റെ മോളാ. ഈ ഷെഡ്യൂളാണോ അടുത്ത ഷെഡ്യൂളാണോ? അയ്യോ അതല്ലെന്ന്, ഞാൻ മുണ്ടൂര് പാർവതി ശരസ്യാറുടെ മോളാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? അത് നിങ്ങളുടെ അച്ഛൻ കിസ്മിസ്. കിസ്മിസ് അല്ലടി, അണ്ടിപ്പരിപ്പ്. അല്ല, ജസ്റ്റിസ് MK മേനോൻ. അദ്ദേഹം എന്റെ അച്ഛനാണ്. ഇംപോസിബിൾ. അൺബോക്സിംഗ് ഇൻബോക്സിംഗ് വാച്ച് യൂട്യൂബ് വീഡിയോ. ബസ് സ്റ്റാൻഡിൽ ഇപ്പോ ഇതെന്തിനു കാണിക്കണേ? ശല്യപ്പെടുത്താതെ, വിരലുകൾ വരെ അഭിനയിച്ചതാ. ഞാൻ ആ കാര്യം തടസ്സപ്പെടുത്തുന്നില്ല. പുറത്ത് പവിത്രം വന്നിട്ടുണ്ട്. എന്താ കള്ളപവിത്രം പറയുന്നേ? എന്റെ ഒരു നഖം വെട്ടി തന്നിട്ട് പറയാ നിന്റെ അച്ഛന്റെ കാലിൽ നിന്ന് 2-3 നഖം വേണോന്ന്. അവര് ചന്ദനം മൂട്ടി വെച്ച് കത്തിക്കാൻ. അവൻ എന്റെ അച്ഛന്റെ നഖമൊക്കെ പിന്നെ കൊടുക്കാം. ആദ്യം നമ്മുടെ രണ്ടുപേരും അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്തി. എനിക്ക് സമയം കളയാനില്ല. എനിക്കാവുമ്പോ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ മൂലയിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേന വരുമ്പോ എടുത്തങ്ങ് കൊടുക്കും. തമാശ പറയല്ലേ? ഓ, ഇതാ ഡയറക്ടർ സാറിന്റെ വായിൽ നിന്ന് വീഴാൻ കുതിക്കുകയാണ്. എന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുക. അച്ഛനെ വിളിക്കാൻ പറ്റേ? അതിനു മുമ്പ് നമ്മൾ സഹോദരങ്ങളാണ് തെളിയിക്കാൻ കുട്ടിയുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവിട് എന്നെ, തെളിവിട്. ഇന്ദു ചൂടാ. തെളിവെടുക്കൂ കുട്ടി. നിങ്ങളുടെ പേരെന്ത്? ഇന്ദു ചൂടൻ. എന്റെ പേരോ? ഇന്ദുലേഖ. രണ്ടുപേരിലും ഇന്ദു ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തു ആവാന്നാണോ? അല്ല അങ്ങനല്ല, എന്നാലും ഇതൊരു ഹിന്റ് അല്ലേ, നമ്മൾ സഹോദരങ്ങളാന്ന്. അല്ലേ? അതിപ്പോ നീ ബാബു ആന്റണി ബീന ആന്റണിയുടെ രണ്ടിലും ആന്റണി സഹോദരങ്ങളാ. അതേപോലെ ശ്വേത മേനോനും ബിജു മേനോനും സഹോദരങ്ങളാ. എന്താ അമ്മാവാ? ഞാൻ നിന്നെ വിളിച്ചല്ല, ഈ വീടിനകത്ത് എന്ത് ചൂടാ? അയ്യേ പറ്റിപ്പോയി. എന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുക. ഈ കുട്ടി ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ അച്ഛനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് നേരാണോ? സത്യാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛൻ ഒന്നാണ്. ഈ കുട്ടിയുടെ അമ്മ ആരാ നിനക്കറിയോ? മുണ്ടൂരി പാർവതി. ഞാനൊരു സത്യം പറയട്ടാ, ഈ കുട്ടിക്ക് അമ്മയില്ല. ഇത്രയും കാലം എനിക്ക് അച്ഛനില്ലായിരുന്നു, ഇപ്പൊ എന്നെ അമ്മയില്ലാതെയാക്കിയോ? കിട്ടാത്തോണ്ടാ. എടി എന്ത് ചൂടാ, പവിത്രന്റെ മുണ്ട് വന്നായിരുന്നു. പവിത്രന്റെ ഗുണ്ടകൾ വന്നായിരുന്നു. എന്നിട്ട് അവരെന്താ പറഞ്ഞേ? പൊട്ടിയ മീൻചട്ടി പകരം പുതിയ മീൻചട്ടി കിട്ടിയില്ല, അതുകൊണ്ട് മീൻകറി പാഴ്സൽ കൊണ്ടുവന്നു. അത് നല്ലതാ, നല്ലതാ. നല്ലതല്ല, ഒട്ടും കൊള്ളത്തില്ല. ഞാൻ കഴിച്ചു നോക്കിയല്ലേ. എന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുക. വീട്ടില് പിഷാരടി അമ്മാവൻ ഒറ്റയ്ക്കാ. കുട്ടിയുടെ അമ്മാവൻ പിഷാരടിയാണോ? അയ്യോ, പിഷാരടി അമ്മാവനല്ല, ശാരടി അമ്മാവൻ. പി ഇനിഷ്യലാ. പവിത്രം ഭാരതപ്പുഴയിൽ എത്തിയെന്ന് ചിതാഭസ്മം ഒഴുക്കാൻ. നീ അങ്ങോട്ട് ചെന്നാലേ ഒഴുക്കൂന്നാ പറയണത്. അവന്റെ കയ്യിരിക്കുന്ന ചിതാഭസ്മം മാത്രല്ല, അവനെ കൊന്ന് ഞാൻ പുഴയിൽ ഒഴുക്കും. അതിനാ ഞാൻ പോകുന്നേ. അവനെ കൊന്നാ ഞാൻ നിന്നെ കൊല്ലും. എന്താ? പവിത്രൻ എന്റെ മോനാ. അങ്ങനെ ഇന്ദുലേഖ നിന്റെ അച്ഛന്റെ മോളാണെങ്കിലേ പവിത്രൻ എന്റെ മോനും
നരസിംഹത്തിൽ ഡബിൾ ട്വിസ്റ്റ്. അയ്യോ അപ്പൊ എന്റെ അച്ഛന്റെ കാര്യം നിന്റെ അച്ഛൻ പോണേ ഇത്തിരി. എന്താ മോനെ ദിനേശ? കണ്ടിട്ട് കൊറേ കാലായില്ലേ? പിന്നെ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ഗേൾഫ്രണ്ട് സുഖമാണല്ലോ. എവിടെയായിരുന്നു? ഞാൻ നാട്ടില്. നാട്ടിൽ നീ വെറുതെ ഇരിക്കുവായിരുന്നോ? അല്ല, ആ. കലോത്സവം. ഏടാ എന്നിട്ട് കലോത്സവനൊക്കെ പോയോ? ആ പോയി സമ്മാനങ്ങളൊക്കെ മേടിച്ചോ? ആ അത്ര ഇനി സബ് ജില്ലയിൽ പോണം. ഇവിടെ നിനക്ക് സ്കൂളിൽ കലോത്സവം ഒന്നുമില്ലേ? എനിക്കുണ്ട്. സ്കൂൾ പോണ്ടേ ആദ്യം? ഞാൻ നാടകത്തിനുണ്ട്. ഏടാ എന്നെ അല്ല, നാടകത്തിൽ ആരാ എന്താ ക്യാരക്ടർ? കുടിയൻ. ഒരൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരുമോ? ആക്ഷൻ. ചേട്ടാ എന്തോ കുളിച്ചില്ലല്ലോ, ഡ്രസ്സൊക്കെ മാറ്റാൻ എന്തിനാ റൂമിൽ കയറുന്നേ? എന്തായാലും എനിക്ക് ഡ്രസ്സ് മാറ്റിക്കൂടെ? എന്റെ ഡ്രസ്സല്ലേ, നിന്റെ ഡ്രസ്സല്ലല്ലേ? കുടിച്ചല്ലേ? പല്ലി വെച്ചില്ല. കുടിച്ചല്ലേ? ഇല്ല, പല്ലി വെച്ചില്ല. ചേട്ടാ ഇന്നും കുടിച്ചു ചേട്ടൻ. മക്കളെ നിന്നാണ് സത്യം, ഞാൻ പല്ലി വെച്ചില്ല. എന്നിട്ട് സത്യം വയ്യ, ഞാൻ ഇവിടെ കിടന്ന് നരകിക്കും എല്ലാ ദിവസം ഇങ്ങനെ കുടിച്ചു വരുന്നത്. ഞാൻ ശരിയല്ല. പല്ലി വെക്കാത്തതിന് നീ എന്തിനു അറിയിക്കണ? പല്ലൊക്കെ നല്ല സ്മെല്ലാണ്. ചേട്ടൻ എന്തിനാ കുടിക്കാൻ പോയത്? ഞാനൊന്നും കുടിച്ചില്ല. ആകെ 50 രൂപ കിട്ടും. അതിന് ബാക്കിയുള്ളവരുടെ ഇന്ന് കടം വാങ്ങിച്ച് ഓരോ മാസം കുപ്പി മേടിച്ച് ഇന്ന് കുപ്പി വാങ്ങിയിട്ടുണ്ടോ? ഇത് കുപ്പി വാങ്ങിച്ചില്ലല്ലോ. പിന്നെന്താ കക്ഷി ഇങ്ങനെ ഇരിക്കുന്നേ? അത് ഞാൻ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ചിട്ട് സ്കിറ്റ് കളിക്കല്ലേ. അമ്മാവനൊന്നും കാണുന്നില്ല. അമ്മാവാ എന്താടാ നീ കളിക്കണത്? അമ്മാവ് അത് കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ എന്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഇങ്ങനെ നോക്കണം. അമ്മാവനെ കളിയാക്കുന്നു. വളർന്നു വരുന്ന ഒരു മോളാണ് നമുക്ക് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? എല്ലാ മക്കളും വളർന്നു തന്നെ മക്കളെ പറഞ്ഞു. അവിടെ ഒന്ന് കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹമില്ലേ ചേട്ടന്? അവളെ കെട്ടിച്ചു വിടാ. അതിനെ ഞാൻ കുടിക്കാതിരുന്ന അവള് കെട്ടൂലേ. ചേട്ടന് ഏതോ നല്ല ബ്രാൻഡ് അടിച്ചിരിക്കുന്നു, ആടുന്നില്ല, നന്നായിട്ട് അപ്പൊ നീ വർത്താനം വെള്ളം പറയും. അടിക്കാൻ തുടങ്ങിയല്ലേ? അതല്ല എനിക്ക് മനസ്സിലായി. എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയായിരിക്കും അടുത്ത് അടിച്ചത്. അല്ല, അവന് ഞാൻ ഉടക്കല്ലേ. അവൻ ഒരു കുപ്പി എടുത്ത് വാങ്ങിച്ചെന്നിട്ട് പറയും ഞാൻ കുപ്പി വാങ്ങിച്ച ഞാൻ കുപ്പി വെച്ച് സ്റ്റിക്കർ ചേട്ടൻ ഏതോ നല്ല ബ്രാൻഡ് അടിച്ചേക്കുന്നത്. കാരണം ചേട്ടനെ നോക്കി നിന്ന് കുലുങ്ങാണ്ട് നിന്ന് നേരെ നിന്ന് വർത്താനം പറയും. ചങ്കൂറ്റത്തോടെ പറയാ എന്റെ ചേട്ടൻ നല്ല ബ്രാൻഡാണ് അടിക്കണേന്ന്. ഒരു കുറവും വരുത്തില്ല. ചേട്ടാ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താവും ചേട്ടാ? നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലേ പോണം? അത് അങ്ങനെ എങ്ങനെ പോയി ഇത്ര വർഷമായിട്ട് ഇങ്ങനെ പോകുന്നു ചേട്ടാ. നമുക്ക് വേണ്ടി ഒരു സന്തോഷം, ആഗ്രഹം സന്തോഷം കാര്യങ്ങളും ഒക്കെ. എന്താ ചേട്ടാ ഇങ്ങനെ? ഞാനിപ്പോ എങ്ങനെയാവാനാ? കുപ്പി വെച്ചിട്ട് കുപ്പി വെച്ചിട്ടുണ്ട്. അമ്മച്ചിയാണ് വെച്ചിട്ടില്ല. തൊടല്ലേ? മാറ്. ഇതെന്താ ഇവിടെ മുഴച്ചിരിക്കുന്നു? വയർ ഇവിടെയല്ലേ? അത് വയറ് പിറകിലോട്ട് ചാടി. അയ്യേ, അത് മോശമാണ്. ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാണ്. എടുക്കരുത്. ഇതെന്ന് വാങ്ങിയതാ? ഇത് റോട്ടിൽ കിടന്ന് കിട്ടിയതാ. ഇതോ? ആ സത്യം. ഇത് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കരുത്. എന്താ പൊട്ടിച്ചാ? പൊട്ടിക്കരുത്. പൊട്ടിച്ച് ആരെങ്കിലും ഒക്കെ പൈസക്ക് വാങ്ങിച്ചിട്ട് സാധനം നമ്മൾ കൊണ്ടിട്ട് പൊട്ടിക്കാൻ ആലോചിച്ച് നോക്കൂ. എന്റെ കുപ്പി പൊട്ടിക്കാൻ നിന്റെ ധാരണ പറഞ്ഞത്? ഞാൻ മടുത്ത ജീവിതം. അതെ, ഞാൻ പൈസ വാങ്ങിച്ചു. ഞാൻ നിന്റെ പേഴ്സിൽ നിന്ന് അടിച്ചു പൈസ വാങ്ങിച്ചു. നീ അടിച്ചു വെച്ചത് എന്റെ പൈസയാണ് അടിച്ചു മാറ്റത് അല്ലേ? എന്റെ എവിടെ പൈസ? അമ്മാവ ഇത് കാണുന്നില്ല. അമ്മാവ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി എന്ത് പല്ല് വിളിക്കാനാണ്? അതിന്റെ അടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുമായിരിക്കും അല്ലേ? അങ്ങനെ ഇപ്പൊ ചമ്ര മറിഞ്ഞ. അയ്യോ, എന്റെ മോടെ ജീവിതം പോയേ. നിങ്ങളെ കൊച്ചിന്റെ എന്റെ മോനെ നീ രണ്ടെണ്ണം മേടിച്ചിട്ടോ, നമുക്ക് ഒന്നിച്ചിരുന്ന് അടിയാം. ദൈവമേ, ഇവിടെ നിർത്താം. ഇനി പോയി കഴിഞ്ഞാൽ കൈവിട്ട് പോകും. ഡിസ്ക്ലെയിമർ: 18 വയസ്സിന് മേലുള്ളവർ മാത്രം കാണാം. പക്ഷെ ഒരു 25-30 ആകുമ്പോഴേ ഇതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. എന്താ ഇവിടെ നടന്നേ? എന്ത് പറയുന്നു? ഏതാ ചേട്ടന്മാര് പറയട്ടെ. പറഞ്ഞു ചേട്ടാ, പറ. വളരെ മനോഹരമായിട്ടുള്ള സ്കിറ്റ്. ലാൽദോസോ? അത് മാത്രമല്ല, അവര് 2-3 ആൾക്കാർ നല്ല ചേട്ടാ ആർട്ടിസ്റ്റ്. ഒറിജിനൽ ആയിട്ടാണോ സംസാരിക്കുന്നേ? എനിക്ക് ഡബിൾ ഗാംഭീര്യം. ഇല്ലെങ്കിൽ ഇവിടെ പറയണ നല്ല കേൾക്കാം. സെൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞ ആള്, അയാള് പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു സാധനം ഇംപ്രവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരാള്. അമ്മാവനും അത് തന്നെ. കുട്ടി അമ്മാവൻ മനോഹരമായിട്ട് വേഷം ചെയ്തു. ബാലാമണിയും അങ്ങനെ തന്നെ നന്നായിരുന്നു കേട്ടോ. മൊത്തത്തിലുള്ള വർക്ക് മാത്രമല്ല, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്. അതിൽ സന്തോഷം. ലാൽ ജോസ് സാറ് ജോജോട്ടിന്റെ കൂടെയുള്ള ഒരു മിക്സഡ് അല്ലേ? ഇതെന്താ അറിയോ? ഞങ്ങൾ ഇത്രയും തകൃതിയായിട്ട് അഭിനയിച്ചേ ഒരൊറ്റ സൗണ്ടിൽ നമ്മളങ്ങ് ഫ്യൂ അതങ്ങ് കേറിപ്പോയി. ഓക്കെ പ്രണവ്, ഓ
മോനെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എനർജി, നല്ല സ്പൂഫ്. 3 പേരും അമ്മാവ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും കാണാൻ പറ്റിയെന്ന് കേട്ടോ. പിന്നെ നമ്മുടെ ബാലമണി എന്തായാലും നമുക്ക് ബാറ്ററി നോക്കാം. യെസ് ബാറ്ററി നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ നടുവെട്ടി കിടക്കുള്ളൂ. സത്യം പറ, നീ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ? 15. എന്റെ പൊന്നെ ചേച്ചി, ആ നിതീഷായിട്ട് എന്നെ കൊണ്ട് ഫിഗർ പിടിക്കാൻ പറഞ്ഞ പാട്. അപ്പോ നമ്മളെ കൊണ്ട് പറ്റൂലല്ലേ? എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു ചേച്ചി 30,000 ഒന്ന് ഇട്ട് തരൂ. തരട്ടെ യാ. തരട്ടെ യാ. ദാ തരും. എന്താ ചെയ്യാ? ജാട വേണ്ട മോനെ. കോമഡി